ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗാരോഹണ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എല്ലാവരുടെയും ജീവിതത്തിൽ പല വിധത്തിലാണ്. പരിശുദ്ധമ്മ സ്നേഹമായും സംരക്ഷണമായും ആശ്വാസമായും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ആശ്വാസമായും സംരക്ഷണമായും സ്നേഹമായും കടന്നു വന്നതിൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാനൊരു താമസിച്ചുള്ള ധ്യാനത്തിന് പോകുവാനിട വന്നു. ഞാൻ എൻ്റെ കുഞ്ഞുമക്കളെയും ജീവിത പങ്കാളിയെയും ഒറ്റയ്ക്കാക്കിയിട്ടാണ് പോയത് ധ്യാനത്തിന് പോയത്. അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അവിടെ ചെന്ന് ധ്യാനം ആരംഭിച്ചത് ജപമാലയുടെ കൂടെയായിരുന്നു. ജപമാല അവസാനിക്കുന്നതിന് മുൻപ് എനിക്ക് ഒരു ദർശനമുണ്ടായി. അത് ഇങ്ങനെയായിരുന്നു. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കാണുന്നത് പോലെയുള്ള ഒരു വ്യൂ ആയിരുന്നു. എൻ്റെ ഭവനമാണ് ഞാൻ അതിൽ കണ്ടത്. അതിനുശേഷം ഞാൻ കണ്ടത് ആകാശത്തിൽ നിന്ന് ഒരു ജപമാല താഴേക്ക് വീഴുന്നതും എൻ്റെ ഭവനം ആ ജപമാലയ്ക്കുള്ളിൽ ആയിരിക്കുന്നതുമാണ് ഞാൻ കണ്ടത്. ആ ദർശനത്തിലൂടെ എനിക്ക് വളരെയധികം ആശ്വാസവും സ്നേഹവും മാതാവിൻ്റെ സംരക്ഷണവും അനുഭവിക്കാൻ കഴിഞ്ഞു. നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിൽ മാതാവ് എത്രമാത്രം സന്തോഷിക്കുന്നു, എത്രമാത്രം നമ്മളെ ആശ്വസിപ്പിക്കുന്നു, സംരക്ഷിക്കുന്നു എന്നുള്ളത് എനിക്ക് അതിലൂടെ മനസ്സിലായി. ആ മെസ്സേജിന് ശേഷം എനിക്ക് എൻ്റെ മനസ്സിൽ വളരെയധികം ശാന്തിയും സമാധാനവും അനുഭവപ്പെട്ടു. ഞാൻ തന്നെ ധ്യാനത്തിൽ സന്തോഷത്തോടെ പങ്കെടുക്കുവാൻ എനിക്ക് ഇടവന്നു. പരിശുദ്ധ അമ്മ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല വിധത്തിലാണ് ഇടപെടുന്നത്. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അമ്മയുടെ സാന്നിധ്യം നമ്മളുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരികയും ചെയ്യുന്നു. നമ്മൾ ഓരോ ദിവസവും ജപമാല കുടുംബത്തോടുകൂടി ചെല്ലുന്നതിലൂടെ പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കുടുംബങ്ങളായി ഓരോ കുടുംബങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിലൂടെ ഈശോ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തിരുനാളിൻ്റെ ആശംസകൾ.